ന ന ന കൃതണരകാം 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 ന ന ന. നമസ്കാരം. വായ്ത്താരിയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ വിശിഷ്ടനായ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തേണ്ടതില്ല അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനാണ് വിചാരിക്കുന്നത്. കലാകാരന്മാരുടെ രക്ഷകൻ എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ബാലേന്ദ്രൻ ഡോക്ടർ. നമുക്ക് അധികം വിശേഷണങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. കഥകളി കലാകാരന്മാരുടെ എന്നല്ല, മേളകലാകാരന്മാരുടെ, പഞ്ചവാദ്യ കലാകാരന്മാരുടെ, കർണാടക സംഗീത കലാകാരന്മാരുടെ, എല്ലാ കലാകാരന്മാരുടെയും, നൃത്ത കലാകാരികളുടെ, ഇവരുടെയൊക്കെ ആരാധ്യനായ ഡോക്ടർ ബാലേന്ദ്ര വാര്യർ വൈദ്യശാലയിൽ അവിടുത്തെ ഭരണ സാരഥ്യം നിർവഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഒപ്പം കലാസാംസ്കാരിക പരിപാടികളിൽ എപ്പോഴും സാന്നിധ്യം അറിയിക്കുകയും തൻ്റെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന വ്യക്തിയാണ്. കലാകാരന്മാരെ വളരെ വ്യക്തിപരമായി അറിയുന്ന ഡോക്ടർ കൂടിയാണ് അദ്ദേഹം. കച്ചേരി കേൾക്കുന്നതിന് വേണ്ടി മദ്രാസിൽ താമസിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമുക്ക് ആ സന്തോഷം കൊണ്ട് അദ്ദേഹത്തിനെ ഇവിടെ ലഭിച്ചതിലുള്ള സന്തോഷം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. കുറവൂർ വാസുദേവൻ നമ്പൂതിരിയും അദ്ദേഹം ഇവിടെ ചികിത്സ ചെയ്യുന്ന സമയത്ത് ഞാൻ യാദൃശ്ചികമായി അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയപ്പോൾ ഡോക്ടർ ഇങ്ങനെ കുറച്ച് നേരം സംസാരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ച് ആ തിരക്കിനിടയിൽ അദ്ദേഹം കുറച്ച് നേരം സംസാരിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ സംസാരം അവസാനിപ്പിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം അപ്പോഴേക്ക് രോഗികൾ വന്ന് അവിടെ തിരക്കായത് കാരണം അവിടുന്ന് പിന്നൊരിക്കലാവാം എന്ന് പറയുകയുണ്ടായി. ആ പിന്നൊരിക്കൽ എനിക്കും സാധിക്കാതെ തോന്നും. എങ്ങനെയും അദ്ദേഹം വന്ന് സംസാരിച്ച കാര്യങ്ങൾ, കലാകാരന്മാരുമായി ഏത് തരത്തിലാണ് എനിക്ക് അടുപ്പം ഉണ്ടായത്, അത് ഏതൊക്കെ തലത്തിലുള്ള കലാകാരന്മാരാണ്, മൺമറഞ്ഞു പോയ ഒട്ടനവധി കലാകാരന്മാരുടെ പേരുകൾ അദ്ദേഹം വളരെ സാധാരണ പോലെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു അനുഭവം ഉള്ളത് അത് ജനം അറിയട്ടെ എന്നുള്ള ഒരു, അല്ലെങ്കിൽ ആസ്വാദകർ അറിയട്ടെ എന്നുള്ളൊരു താല്പര്യത്തോടു കൂടിയാണ് ഞാനിത് പ്രക്ഷേപണം ചെയ്യുന്നത്. അദ്ദേഹത്തിനോട് എല്ലാ ബഹുമാനവും എനിക്കുണ്ട്. സൗഹൃദ രൂപേണ സംസാരിക്കാറുണ്ട്. ഒപ്പം ഈ കുറവൂർ വാസുദേവൻ നമ്പൂതിരിയും അദ്ദേഹം അവിടെ അദ്ദേഹത്തിനോട് ചോദിക്കാൻ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഡോക്ടർ വളരെ സാധാരണ പോലെ സംസാരിക്കുന്നത് കൊണ്ട് നമുക്ക് അധികം അദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കേണ്ട വിഷയമുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം രോഗികൾ അവിടെ വരുമ്പോൾ പോകും എന്നും പറഞ്ഞിരുന്നു. എങ്ങനെയും ആ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനോട് അടുപ്പവും ബന്ധവും വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കുട്ടിക്കാലം മുതൽ ഞാൻ ചെപ്പളശ്ശേരി തൊട്ട ഗ്രാമത്തിലെ ആളാണ്. കുട്ടിക്കാലം മുതൽ ചെപ്പളശ്ശേരി അമ്പലത്തിൽ പോയിട്ട്, പ്രത്യേകിച്ച് ആ ഉത്സവകാലത്ത്, അന്ന് ഉത്സവമൊക്കെ കേമായിട്ട് നടന്നിരുന്ന കാലഘട്ടമാണ്. പ്രത്യേകിച്ച് അവിടെ പഞ്ചവാദ്യം, പ്രത്യേകിച്ച് ആ ഭാഗത്ത് മലബാറിലൊക്കെ പൊതുവിലും പഞ്ചവാദ്യമൊക്കെ ഒന്ന് കുറവായിരുന്നു. പല പഞ്ചവാദ്യത്തിൻ്റെ പ്രാധാന്യം മുഴുവൻ തൃശ്ശൂർ ഭാഗത്തൊക്കെയായിരുന്നു. പക്ഷെ എന്നാലും അവിടെ ഉത്സവത്തിന് പഞ്ചവാദ്യം ഉണ്ടാകുമായിരുന്നു. അങ്ങനെയുള്ള അന്ന് കണ്ടിട്ടുണ്ട്. അന്നമരണ അച്യുതമാരായാലും പുറത്തുകൂട്ടിൽ നാണുമാരായാലും ഒക്കെ അന്ന് കണ്ടിട്ടുള്ള ഓർമ്മ എൻ്റെ കുട്ടിക്കാലത്ത്. പിന്നെ അവരായിട്ടൊക്കെ അടുപ്പം ബന്ധമൊക്കെ വരവൊക്കെ ചെയ്തു. പക്ഷെ എനിക്ക് അന്നത്തെ അടുപ്പെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ചെപ്പളശ്ശേരി ബന്ധം കാരണം
ആലിപ്പറമ്പുകാർ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എനിക്ക് ആൾക്കാരുള്ളൂ. ശിവരാമ പൊതുവാൾ, കൃഷ്ണ പൊതുവാൾ, കേശവ പൊതുവാൾ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ. കൂട്ടത്തിൽ സാക്ഷാൽ മലമക്കാവ് കേശവ പൊതുവാൾ. അവരിപ്പോൾ കേശവ പൊതുവാൾ അത്ര സജീവമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ മകൻ പ്രത്യേകിച്ച് കുഞ്ഞികൃഷ്ണ പൊതുവാൾ, അന്നൊരു മാത്രമല്ല, ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കുഞ്ഞികൃഷ്ണ പൊതുവാൾ, ശിവരാമ പൊതുവാൾ, ഡബിൾ തായമ്പ, അന്ന് തോന്നത്തുള്ളൂ ഡബിൾ തായമ്പയൊക്കെ കുറവാണ്. അതൊരു ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. പല സ്ഥലത്തും അത് നടന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പിന്നെ ആലി കൃഷ്ണൻ എന്നാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹം ഈ സംഘാടകനായിരുന്നു. മേളം, പഞ്ചവാദ്യതൊക്കെ ഓർഗനൈസ് ചെയ്യല് അതൊരു വലിയ കാര്യം. അങ്ങനെയാണ് ഈ ചാലക്കുടി നമ്പീശൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അന്ന് അവരുടെ ചെറുപ്പക്കാരാണെന്ന് കേട്ടോ. അവർ നമ്പീശൻ്റെ മദ്ദളം എനിക്കൊരു പ്രത്യേക ഇതുണ്ടായിരുന്നു. ചാലക്കുടി നമ്പീശനൊക്കെ അവിടെ നിന്ന് പഞ്ചവാദ്യത്തിന് ഇരുന്നതിൻ്റെ. പിന്നെ ഇതിൽ ആദ്യവസാനം എന്ന് പറഞ്ഞാൽ മദ്ദളത്തെ കാര്യത്തിൽ എൻ്റെ അറിവില്ല. പിന്നെ പഴയ ആൾക്കാരൊക്കെ ഉണ്ട്, വെള്ളാച്ചൂട് നമ്പീശന്മാരെ ഞാൻ അത്ര അവരൊന്നും കണ്ടിട്ടില്ല. അപ്പോഴേക്കൊക്കെ അവർ ഇരിക്കണം. കുഴമംഗലം നാരായണൻ നായരാണ് ഇതിൻ്റെ പഞ്ചവാദ്യത്തിൻ്റെ മദ്ദളത്തിൻ്റെ ഒരു ആദ്യം തന്നെ. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രമാണത്തിലാണ് ഞാൻ ഏറ്റവും അധികം പഞ്ചവാദ്യം. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ വീട് പഴയ നടക്കാവെന്ന് പറയും. ഈ മളത്തിൽ വരുമ്പോൾ അവിടെ നിന്നാണ് തുടങ്ങാം. മറ്റേ തിരുവമ്പാടി തിരുവമ്പാടി എന്നല്ലല്ലോ തുടങ്ങും. മളത്തിൽ വരവ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്, പഴയ നടക്കാവ്. അതിൻ്റെ സ്ഥലം എന്താ കാരണം വെച്ചാൽ ബ്രഹ്മസമ്മണാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. നമ്പൂതിരിമാർ, അത് പട്ടന്മാരുടെ പ്രാധാന്യമല്ല, നമ്പൂതിരിമാരുടെ ബ്രഹ്മസമ്മടത്തിനാണ് അന്ന് ഈ പഞ്ചവാദ്യം തുടങ്ങിയിരുന്നത്. അപ്പോൾ അത് തുടക്കം മുതൽ പതികാലം മുതൽ കൂടെ റൗണ്ടിലേക്ക് കയറുന്നവരെ കൂടെ നടന്ന് കേട്ടതാണ് ഈ മഠത്തിൽ വരവെന്ന് പറയാൻ കാരണം. അപ്പോൾ അത് പലരും ധരിച്ചിരിക്കുന്നത് ബ്രാഹ്മണ മഠം അതല്ല, ബ്രഹ്മസ്വ മഠത്തിനാണ്. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അല്ലാതെ മറ്റേ പാണ്ഡ്യ സമൂഹം മഠം അതുമല്ല, അതിൻ്റെ എല്ലാ പ്രാധാന്യം ബ്രഹ്മസ്വ മഠത്തിലാണ്. തെക്കേ മഠം എന്നാണെന്ന് പറയുന്നത്. അല്ല, തൃശ്ശൂർ 4 മഠങ്ങളില്ലേ? 3-4 മഠങ്ങളുണ്ടോ? തെക്കേ മഠം തെക്കേ മഠമാണ്. തെക്കേ മഠത്തിൽ ബ്രഹ്മസമ്പടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ എന്ന് വെച്ചാൽ അപ്പുറത്ത് അന്ന് മറ്റേ കുളം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ചെറാതെ പിന്നെ വലിയ കുളം. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങൾക്കും കുളി വേണമല്ലോ. എത്ര അധികം കുട്ടികളൊക്കെ താമസിച്ച് കുളിക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സൗകര്യം അതും കൂടിയാണോ വന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ നേരെ ഇറങ്ങിയാൽ അവർക്ക് പ്രത്യേകം കടവുണ്ടായിരുന്നു. അല്ലാതെ പബ്ലിക് ഇതുപോലെയാണ്. പക്ഷേ ബ്രഹ്മസമ്മടത്തിന് ഇറങ്ങി കുളിക്കാനുള്ള പ്രത്യേക ശുദ്ധമായിട്ട് കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഞാൻ കണ്ട് ഒരു അമ്പലവാസി എന്നുള്ള എനിക്ക് അതിൻ്റെ അടുത്ത് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന അടുത്ത് വരെ പ്രവേശിക്കാം എന്നുള്ള ഒരു അന്നത്തെ പരിചയം വെച്ചിട്ടാണ്. അപ്പോൾ അന്ന് കുറച്ചൊക്കെ മുതൽ ഈ പഞ്ചവാദ്യത്തിൻ്റെ അത് അന്നത്തെ ഒരു പ്രധാന ഓർമ്മയിൽ നിൽക്കുന്നത് ഈ ഇടയ്ക്ക അപ്പുമാരാരുടെ അച്ഛല്ലേ, മറ്റേ പല്ലാവൂർ അപ്പുമാരാരുടെ അച്ഛൻ പട്രാത്ത് ശങ്കരമാരാർ അല്ലേ? പട്രാത്ത് ശങ്കരമാരാരുടെ ഇടയ്ക്ക് അതിൽ ചെറുപ്പക്കാരനായുള്ള ഇടയ്ക്കക്കാരനായിട്ട് ശിവരാമ പൊതുവാൾ അന്നുണ്ട്. അങ്ങനെയാണ് അന്നത്തെ പരിചയം. പിന്നെ ഈ മറ്റേ നമ്പീശന്മാരും കുളമംഗലം നാരായണനാരാണ് അതിൻ്റെ ഒരു അമരം നാരായണനാരായിരുന്നു. മറ്റേ ഭാഗത്ത് അച്യുതമാരാർ, പീതാംബരന്മാർ, പുറത്തുകുട്ടിൽ നാണുമാരാർ, അങ്ങനെയുള്ള ഒരു ഇവരെയൊക്കെ ഞാൻ ഏതാണ്ട് കണ്ട. അതെ, അവരൊക്കെ ആണ് അന്നത്തെ പ്രമാണം. അച്യുതമാരാണ് പ്രമാണം. അച്യുതമാരാണ്. എൻ്റെ ഒരു ഭാഗത്ത് പീതാംബരൻ, അങ്ങനെ ഒരു അദ്ദേഹം നേരത്തെ മരിച്ചുപോയി. പിന്നീട് അതിന് പീതാംബരൻ്റെ കൈ വേറെ ആർക്കും ഇല്ല എന്നാണ് ഇയാൾ പറഞ്ഞു കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് എന്തുകൊണ്ട് സാങ്കേതികമായിട്ടൊന്നും പറയാൻ അറിയില്ലല്ലോ. അപ്പോൾ അച്ചുവിൻ്റെ കയ്യിൽ വേറെ ആർക്കും കിട്ടിയിട്ടില്ല എന്നാണ്. അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു അന്ന് മുതൽക്ക് ഈ പഞ്ചവാദ്യം കേട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു ശീലത്തൊന്നും ഇങ്ങനെ, അല്ലാതെ അതിൻ്റെ സാങ്കേതികമായിട്ടൊന്നും പറയാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ അത് കേട്ട് മറ്റേ ഈ ആ സ്ഥലത്ത് തന്നെ ഞങ്ങളുടെ സ്ഥലം ഉണ്ടായിരുന്നതുകൊണ്ട് ഇവരൊക്കെ ചായ കഴിക്കാനോ അല്ലെങ്കിൽ ഇടയ്ക്ക് കഴിക്കാനോ ഒക്കെ വീട്ടിലൊക്കെ വന്നിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അച്യുതമാരാർ മുതൽ അച്യുതമാരാർ, പീതാംബരന്മാർ, നാണുമാരാരായിട്ട് പിന്നീട് വളരെ അടുപ്പമുണ്ടായി. എന്നുവെച്ചാൽ അദ്ദേഹത്തിനെ
ചികിത്സിച്ചിരുന്നു പല സന്ദർഭങ്ങളായിട്ട് കുറേ കാലം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് എൻ്റെ ചികിത്സ ഇവിടെ അല്ല, ഒരു ലാലൻ മേനോൻ എന്നൊരാളുണ്ടായിരുന്നു, ഒരു സംഘാടകൻ അവിടെ. തിരുവമ്പാടിക്കാരുടെ ഈ മേളത്തിൻ്റെ പ്രത്യേകിച്ച് പഞ്ചവാദ്യത്തിൻ്റെ ലാലൻ മേനോ അങ്ങനെ കൈ കാണിച്ചില്ലെങ്കിൽ ഇത് നടക്കില്ല എന്നുള്ള അത്ര മുപ്പര് അതിനെപ്പറ്റി നല്ല ജ്ഞാനമുണ്ട്, അതിൽ താല്പര്യമുണ്ട്. അപ്പോൾ ആ അവിടുത്തെ ഒരു തറവാട്ടിലെ വലിയ ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കൊട്ടൊഴുകെ ബാക്കി നോൺ പ്ലേയിങ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ പോലെ മറ്റേ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ കൊട്ട് അമരം കൂടുന്നതാണ് അതിനെപ്പറ്റിയുള്ളൊരു അല്ല. അതൊക്കെ കണ്ട് ശീലിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഇത് വന്നത്. ഇതിലേക്ക് എനിക്ക് താല്പര്യം വന്നു കൂടിയത്. ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തെ മുമ്പ് ചെപ്പശ്ശേരിയിൽ നിന്ന് തന്നെ പിന്നെ ഈ പ്രത്യേകിച്ച് ആലി സഹോദരന്മാർ. അപ്പോൾ എൻ്റെ സഹോദരി എന്ന് താഴെയുള്ള കുട്ടി ചോദിച്ചു, അപ്പോൾ ഈ മറ്റേ മുസ്ലിംസിനെ അമ്പലത്തിൽ കയറ്റോ? ആലി സഹോദരന്മാർ, ആലിപ്പറമ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് അങ്ങനെയല്ല, ആലിപ്പറമ്പ് എന്നുള്ള അവരുടെ ആ സ്ഥലപ്പേരാണ്, അല്ലാതെ മറ്റതല്ലാന്നോ. അപ്പോൾ പലരും ഇതെന്താ ഈ ആലി സഹോദരന്മാർ പഞ്ചവാദ്യത്തിന് അമ്പലത്തിലെന്നൊക്കെ എന്നൊക്കെ ഒരു വെച്ചാൽ ഒരു അവരുടെ ഉള്ളിലൂടെ തോന്നൽ അങ്ങനെ ഒന്നുമല്ല, ഒന്നും ഉണ്ടായിട്ടല്ല, ആരും മനഃപൂർവ്വം ഒന്നും ചെയ്തല്ല. അപ്പോൾ അന്ന് മുതൽ ഇത് കേൾക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചു എന്ന് പറയാം. അത് പിന്നെ ഈ കഴിഞ്ഞ കൊല്ലം വരെ മടത്തൽ വരെ ഞാൻ പോയിട്ടുണ്ട്, മറ്റേ പഞ്ചവാദ്യത്തിൻ്റെ. പക്ഷെ ഇപ്പോൾ 3-4 കൊല്ലമായിട്ട് പോയിരുന്നില്ല ഈ കോവിഡ് കാരണം. പക്ഷെ കഴിഞ്ഞ കൊല്ലം ഒന്ന് പോയി ഒരു പ്രാവശ്യം. അപ്പോൾ രവി പ്രമാണത്തുമ്പലേക്ക് എത്തി നിൽക്കണ ഇവരെ എത്തിയിട്ടുണ്ടെന്ന് അർത്ഥം. അന്ന് അത് മുതൽക്ക് കുളമംഗലം നാരായണൻ നായർ വെള്ളാറ്റൂർ നമ്പീശ മുതൽ രവി വരെ കോട്ടക്കൽ. അതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ടെന്ന് ഞാൻ അപ്പലാരോ അപ്പം ഇൻ്റർവ്യൂ ചെയ്യുന്നു ഇത് തുടങ്ങുന്ന സമയത്ത്. വളരെ അഭിമാനമുണ്ട്. രണ്ട് കാര്യം, പ്രമാണം കോട്ടക്കൽ രവിയാണെന്നുള്ള അധികം സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിനേക്കാൾ കൂടുതൽ ഈ കലാകാരന്മാരെ ഇത്രയും ഈ പറഞ്ഞ പോലെ ഈ കോട്ടക്കലും ആര്യവൈദ്യശാല ഈ ചാരിറ്റബിൾ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് ബന്ധിപ്പിച്ചിട്ട് ഡോക്ടറെ പറ്റി അല്ലാതെ വേറെ ആരെ പറ്റിയും മുഴുവൻ പറയാനില്ല. ലൈഫ് ടൈം എന്ന് പറയാവുന്ന പോലെ ഒരു അല്ല, അത് എനിക്കൊരു എൻ്റെ താല്പര്യം കൊണ്ട് അങ്ങനെ വന്നു പോയി. മറ്റേ ഞാൻ ഗവൺമെൻറ് സർവീസ് രാജിവെച്ച് പോന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിന് അന്ന് സർവീസിലയച്ചാൽ പല ദിക്കിലും കൂടുതൽ അപ്പം എന്താ വെച്ചാൽ കിട്ടില്ല, എന്താ വേണ്ട വെച്ചാന്ന് ഡോക്ടറുടെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു താല്പര്യം കൊണ്ട് തന്നെയാണ് ഇവിടെ തുടർന്നത്. അതിപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു മറ്റേ വിഷമം തോന്നുന്നില്ല എന്നാണ്. അല്ലെങ്കിൽ ഈ ആൾക്കാരായിട്ട് മുഴുവൻ പരിചയപ്പെടാനും അല്ലേ, ചെമ്പൈ വൈദ്യനാഥ മാധവർ മുതൽ ഇപ്പോഴുള്ള ആൾക്കാരെ വഴിയും മറ്റേ വെള്ളാട്ടൂർ നമ്പീശൻ മുതലുള്ള അങ്ങനെയുള്ള പഞ്ചവാദ്യത്തിലും മേളത്തിലെ ഏറ്റവും വലിയ ആൾക്കാർ എല്ലാവരും ഇപ്പോൾ പെരുവനം കുട്ടന്മാരെ എത്തി നിൽക്കുന്നുണ്ട്. അതുവരെയുള്ള ഒരു വലിയൊരു മറ്റേ ഒരു വലിയൊരു നേരെയായിട്ടുള്ള ആൾക്കാരെ അടുപ്പത്തും കൊണ്ട് സാധിച്ചു. പലരായിട്ടും വ്യക്തിപരമായിട്ട് വളരെ അടുപ്പമുണ്ടായി. തൃത്താല കേശവേട്ടൻ ഇവിടെ ചികിത്സ കിടക്കുന്ന സമയത്താണ് ഒരു തായമ്പയ്ക്ക് വിളിക്കാനായിട്ട് ഞാനിവിടെ വരുന്നത്. അത് ശരി. എന്നിട്ട് കേശവേട്ടൻ എന്നിട്ട് ഡോക്ടറെ കണ്ടിട്ട് അനുവാദം മേടിച്ചിട്ടാണ് ആ പരിപാടിക്ക്. അല്ല, കേശവൻ്റെ കാര്യമൊക്കെ എനിക്ക് വളരെയധികം വിഷമമുണ്ടാക്കുന്ന 2-3 ആളുടെ കാര്യമുണ്ട്. അങ്ങനെ അവസാനമായിട്ട് ഇവിടെ കുളങ്ങര ക്ഷേത്രം എന്ന് പറഞ്ഞ എടപ്പാൾ, അവിടെ തായമ്പക പതികാലം കഴിഞ്ഞിട്ട് അവസാനിപ്പിച്ചു, കലാശിപ്പിച്ചു പോന്നു. പക്ഷേ ഇനി വയ്യ കൊട്ടാന്ന്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഉടനെ വലിയ ആൾക്കാരൊക്കെ കൂടി കാറൊക്കെ കൊണ്ടുവന്ന് ഏർപ്പാട് ചെയ്തു. തൃശ്ശൂർക്ക് കൊണ്ടുപോകാൻ ഏർപ്പാട്. തൃശ്ശൂരാണുള്ളപ്പോൾ ആ ഭാഗത്തൊക്കെ ഉള്ള അന്ന് ഇപ്പോൾ ഈ എടപ്പാൾ ഹോസ്പിറ്റൽ വരെ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് പോകണ്ട, എന്നെ കൊണ്ടുപോകണ്ട, അഥവാ കൊണ്ടുപോകണമെങ്കിൽ കോട്ടയ്ക്ക് കൊണ്ടുപോയി. പറ്റില്ല, കോട്ടയ്ക്ക് അതല്ല, ഇപ്പോൾ ഈ സ്ഥലത്ത് ആയുർവേദ ചികിത്സയൊന്നും പറ്റില്ല, കാരണം മറ്റേ സൂക്കടെന്തോ ആണെന്നുള്ള സംശയം അവർക്ക് തോന്നിയിട്ട് എനിക്കെന്ത് സംഭവിച്ചാൽ കോട്ടയ്ക്ക് കൊണ്ടുപോയാൽ മതി. എന്നിട്ട് അവിടെ മുകളിലേക്ക് വന്നിട്ട് ആൾക്കാർ ഏതാണ്ട് വന്നാൽ ഒരൊറ്റ വിളിയാണ്. എൻ്റെ പേര് ബെല്ലടിയൊന്നുമില്ല, ബാലേന്ദ്ര എന്നുള്ള ഉറക്കൊരു വിളിയാണ്. അങ്ങനെയാണ് എന്നെ വിളിച്ചിരുന്നത്. വന്ന് നോക്കുമ്പോൾ കേശവനെ ഏതാണ്ട് എടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്, വേർത്ത് കുളിച്ചത്. അവസാനമായിരുന്നു ഇവിടെ അഡ്മിറ്റ് ചെയ്തു. ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ലിവറിൻ്റെ പ്രശ്നമൊക്കെ വന്ന ആകെ പ്രശ്നമായിരുന്നു. അപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യുക? അപ്പോൾ എന്ത് പറഞ്ഞാലും പോവില്ല. തൃശ്ശൂർ ആസ്പത്രിയിലും അല്ലെ കോഴിക്കോടൊക്കെ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഡോക്ടർമാരൊക്കെ ഉണ്ട്. വേണ്ട, ഇനി ഞാൻ കൊട്ടാൻ വരില്ല, അതുകൊണ്ട് എനിക്ക് ഇവിടെ തന്നെ മതി എന്നാണ്. എന്താ അതിനൊക്കെ നമുക്ക് മറുപടി പറയാൻ വയ്യല്ലോ. അതങ്ങനെയുള്ള ഒരു ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്.
അല്ല, അത് ഈ പറഞ്ഞ പോലെ കേശവേട്ടനായിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മതിയാവില്ല. ഞങ്ങൾ വലിയ പ്രത്യേകതയായിരുന്നു. സംശയമില്ല. കേശവേട്ടൻ്റെ തായമ്പയ്ക്ക് വട്ടം പിടിക്കാനുള്ള ഭാഗ്യം അതൊരു ഒന്നല്ല, ഒരു 4-5 തായമ്പയ്ക്ക് വട്ടം പിടിക്കാനുള്ള ഭാഗ്യം അതും ഈ പറഞ്ഞ മാതിരിയാണ്. ആരെയും ചികിത്സിക്കാൻ കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികഞ്ഞ ആരെയും ചികിത്സിക്കുന്നത് ഭാഗ്യമായിട്ട് കണക്കാക്കുന്നതാണ് എൻ്റെ പഠിപ്പ്. നമ്മൾ സൂക്കട് വരാതിരിക്കാനാണല്ലോ ഉള്ളത് വന്നാൽ, പക്ഷെ ചികിത്സിക്കാൻ കിട്ടുന്നൊരു കാര്യമല്ലേ. അങ്ങനെയുള്ള ചില 2-3 പ്രഭവന്മാർ ഒന്ന് തലക്കെച്ചു. അതേപോലെ തന്നെ മണിയന്മാരായിരുന്നു. അവസാനം അവിടുന്ന് നിർബന്ധിച്ചിങ്ങോട്ട് കൊണ്ടുവരും. ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് 2 ദിവസം ഏതൊക്കെ ഒരു മാറിയിട്ട് ഒരു ഇതൊക്കെ ആയിട്ടാണ് പോയത്. അങ്ങനെയുള്ളത് അത് കഴിഞ്ഞിട്ടാണ് ആത്മഹത്യ. അപ്പോൾ അത് പിന്നീട് ഉണ്ടായതാണ്. അവരൊക്കെ ഇനി ഞാൻ അവിടേക്കും ഇല്ല എന്നൊക്കെ പറയാൻ പറ്റും. പിന്നെ അവിടെ അവസാനം അങ്ങനെ അങ്ങോട്ട് പോയി എന്ന് മാത്രം. അതിൽ പെട്ടതാണ് ഈ പട്ടരാൻ ശങ്കരമാരാരെ വരെ ഈ കോമരത്ത് ഗോപാലമേനോൻ്റെ ഉത്സാഹത്തിലാണ്. കോമരത്ത് അവിടുത്തെ ഈ തിരുവമ്പാടി സംഘാടകരിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു. അദ്ദേഹമാണ് കൊണ്ടുവന്നത്. മാധവൻകുട്ടി മേനൊന്ന് അന്ന് ഇതിലേക്ക് വന്നിട്ടില്ല. ഈ പല്ലാവൂർ ഇവിടെ അധികം വന്നിട്ടില്ല കോട്ടയ്ക്കലെ ട്രീറ്റ്മെൻറ്റിനോ അങ്ങനെ. മറ്റേ അപ്പുമാരാർ ഒരു പ്രാവശ്യം ഒറ്റ പ്രാവശ്യം. അദ്ദേഹത്തിനെ പറഞ്ഞ പോലെ ഒരു എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. പ്രതിഭയായിരുന്നു. ഈ ഞങ്ങൾ എൻ്റെ ഇതിൽ കുറച്ച് കേമത്തമറിയല്ല, നാട്ടുകാരുടെ വലിയ ശക്തിയായിട്ടുള്ള ആവശ്യമാണ് അപ്പുമാരാരും കേശവനും കൂടി തായമ്പ പൊട്ടിക്കണം. ഒന്ന് പാലക്കാട് ശൈലിയാണ്, മറ്റേ മലമക്കാവ് ശൈലിയാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറഞ്ഞ ആൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ പോയിക്കാം, അല്ലാതെ പറഞ്ഞ കേൾക്കില്ല. ശരി ആവാന്ന് പറഞ്ഞു വെച്ചു. അപ്പുമാരാരും കേശവനും കൂടിയിട്ടുള്ള ലെവൽ തായമ്പക വെക്കണ്ടേ. അത് മാത്രമല്ല അത് ആൾക്കാർ വലിയ ഗംഭീരമായിട്ട് ആൾക്ക് റെക്കോർഡ് ചെയ്യലും കൊണ്ടുപോലും ഒക്കെ ഉണ്ടായതാണ്. അപ്പോൾ ഇങ്ങനത്തെ ചാനലുകളൊന്നും വന്നിട്ടില്ലല്ലോ. ഇന്നത്തെ പോലെ ഒരു പബ്ലിസിറ്റി കിട്ടാനില്ല. പിന്നെ മറ്റേ വീഡിയോ പോലും ഇല്ല, ഓഡിയോ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഇവരൊക്കെ ആയിട്ട് വളരെ അടുപ്പം ഉണ്ടാവാൻ സാധിച്ചു. അവർക്ക് അവരുടെ ആവശ്യം പോലെ എന്നെ കൊണ്ട് ചെന്ന് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്. അത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഡോക്ടറിലുള്ള വിശ്വാസം, ശരിയാണ്. പിന്നെ ഡോക്ടർക്ക് അവരിലുള്ള അവരോടുള്ള എന്താ പറയണ്ടേ സ്നേഹം, ആരാധന എന്ന് ഞാൻ പറയില്ല, അവരുടെ തൊഴിലിനോടുള്ള അത് തീർച്ചയായിട്ടും ഒരു പ്രധാന. അങ്ങനെയല്ലേ പറഞ്ഞത്, ഈ ഇവരൊക്കെ ആയിട്ട് വളരെ അടുപ്പം ഇന്ന് കൂടി അടുത്ത കാലം വരെയുള്ള എല്ലാവരുമായിട്ടും തലമുറകളായിട്ട്. ഇപ്പം എമ്പ്രാന്തിരിയൊക്കെ പോകുമ്പോൾ ഇവിടെ വന്ന് താമസിച്ചിട്ടേ പോവുള്ളൂ. മറ്റേ നീട്ടിയൻ കേശവൻ, മറ്റേ അങ്ങനെയുള്ള അനവധി ആൾക്കാർ. അവസാനം വാസുവേട്ടനും ഇവിടെ വന്ന് ചികിത്സയൊക്കെ കഴിഞ്ഞിട്ടാണ്. പിന്നെ ഹൈദരാലിക്ക് അമ്പലത്തിൽ പാടണം എന്നൊക്കെ പറഞ്ഞാൽ എവിടെയും പറ്റില്ലല്ലോ, ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് ദിവസങ്ങളിലപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ പ്രശ്നമില്ല. കോട്ടയ്ക്കൽ ആർക്കും വരും പോവുകയും ചെയ്യാമല്ലോ, അങ്ങനെ ഒരു സ്ഥലമാണ്. ബുദ്ധിമുട്ട് ഇവിടെ വലിയ മോഹമായിട്ട് വന്നിട്ടാണ് ഗംഭീരമായിട്ട്. മറ്റേ അപ്പോൾ എന്താ വെച്ചാൽ എപ്പോഴും ഇമ്രാന്തിൻ്റെ ശിങ്കിടിയായിട്ടേ പാടിക്കുള്ളൂ എന്നുള്ളൊരു നാട്ടുകാർക്കൊക്കെ അങ്ങനെ പ്രശ്നം. അപ്പോൾ വേറെ പൊന്നാനി പാടായിട്ട് ഇവിടെ അവസരം കൊടുത്തു. പക്ഷെ പിന്നീട് അധികകാലം അദ്ദേഹം നീണ്ടുന്നില്ല. അല്ല, ആക്സിഡൻറ്റിലല്ലേ മരിച്ചത്. അതെ അതെ. വടക്കാഞ്ചേരിയിൽ നിന്ന് ചെറുതിലേക്ക് പോകുന്ന മകനുമായിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഈ മറ്റേ ഇന്നലെ മൊബൈലിൽ കണ്ടതാണ്. അത് ശരി. അപ്പോൾ വേറെ കളി കഴിഞ്ഞ് വന്നിട്ട് കലാമണ്ഡലത്തിൽ പോയിട്ട് കിടക്കാം എന്ന് പറഞ്ഞിട്ട് പോയി. അവിടെ പോകുന്ന വഴിക്ക് ഒരു വർക്ക്ഷോപ്പിൽ കയറി കാറിൻ്റെ ഇതൊക്കെ നേരെയാക്കി. അപ്പോൾ അയാൾ ചോദിച്ചു, ഇങ്ങനെ ഉറക്ക ക്ഷീണമൊക്കെ അല്ലേ പോകണോ? സാരമില്ല, ഞാൻ കലാമണ്ഡലത്തിൽ പോയി കിടക്കുക. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു എന്താ പറയണ്ടേ ഒരു 5 മിനിറ്റിൽ അത് മറ്റേ വാഴക്കോട് എന്നുള്ള സ്ഥലം, അവിടെ അകമല അയ്യപ്പൻ്റെ ഒരു എല്ലാവരും നമ്മൾ പോയി തൊഴുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ചായിട്ട് ഞാൻ അന്ന് പോയിരുന്നു. ഞാൻ സ്വയം ഓടിച്ചിട്ടായിരുന്നു ഇതിനെ, പോകാൻ ആരും ഉണ്ടായിരുന്നില്ല. അത് കാണാൻ വയ്യായിരുന്നു. അല്ലാത്ത
അല്ല ഇവിടെ അത് എന്താ പറയുക, ഇതിലേക്ക് പ്രത്യേക താല്പര്യം ഞാൻ എനിക്ക് ഒരു പലക്കിലും പോയിട്ടും കണ്ടിട്ടുള്ളതെന്ന് കാട്ടിലും അധികം ഇവിടെ വന്നിട്ടുണ്ട്. 1-2 ദിവസം താമസിച്ചിട്ട് പോലും ഉണ്ട്. അതിലൊക്കെ അധികം ഇവിടെ ക്ഷേത്രത്തിൽ തന്നെ പാടും, പൊന്നാനി പാടാനുള്ള അവസരം കിട്ടിയെന്ന് പറഞ്ഞാൽ അതൊരു, കാരണം നമ്പീശൻ, ഗംഗാധരൻ, ഇവർക്കൊക്കെ കഴിഞ്ഞ അവർക്ക് ഇവർക്കൊക്കെ ഒഴിച്ചാമ്പളേ കിട്ടുള്ളൂ എന്നുള്ളത്. എല്ലാവരും പരിപാഹി പാടി അവസാനിപ്പിക്കാറാവും, കാരണം ദുര്യോധനവധവും മിക്കവാറും. അപ്പോൾ ഒക്കെ പാർശ്വതീയമിയും പരിഭാവിയായിട്ട് കഴിയുന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതല്ലാതെ ആദ്യ അവസാനമായിട്ട് പാടാനൊക്കെ സാധിച്ചു എന്ന് വളരെ സന്തോഷമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് അല്ല, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഡോക്ടറുമായിട്ട് ഇതൊക്കെ പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞാൽ തീരില്ല ഒരു കാലത്തും. കാരണം അത്രയും കലാകാരന്മാരുമായിട്ട് എന്താ പറയണ്ടേ, ഒരു കലയല്ല, കഥകളി ആയാലും പഞ്ചവാദ്യ ആയാലും മേള ആയാലും ഏതായാലും എല്ലാവരും താല്പര്യം ചേർന്ന് മറ്റേ എൻ്റെ വെറും എന്താ പറയുക ആസ്വാദകൻ മാത്രമാണ്. അതെ, അല്ല ആസ്വാദകന് ഈ കലയെല്ലാം അറിഞ്ഞോളന്നില്ലല്ലോ, എല്ലാ കലയെ പറ്റിയില്ല. ഇതിപ്പോൾ എല്ലാ കലയെ പറ്റി ഏതാണ്ട് ഒരു ധാരണ. അപ്പോൾ ഈ പണ്ട് അദ്ദേഹം നമ്മൾ ഭാഗ്യം കൊണ്ട് പറയട്ടെ, ചെമ്മൻകുട്ടി സ്വാമിയൊക്കെ അടുത്ത് പെരുമാറാനൊക്കെ സാധിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, മുഴുവനെ പഠിച്ച് നല്ലവണ്ണം മനസ്സിലായ ആൾക്കല്ല, കേട്ടിട്ടുള്ള ആൾക്കാണ് ഏറ്റവും അധികം നന്നായി ആസ്വദിക്കാൻ സാധിക്കുക എന്നാണ്. മറ്റത് ജ്ഞാനി അതിൻ്റെ കുറ്റങ്ങൾ കാണാൻ മാത്രം വെച്ചാൽ അതിൽ കുറവുകളുണ്ടോയെന്ന് മാത്രമേ ശ്രദ്ധയപ്പെടുള്ളൂ. അറിയാവുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ വെറും ആസ്വാദകനായാൽ അതിൻ്റെ ആവശ്യമില്ല. അത് ശരിയാണ്, വലിയ വ്യത്യാസമാണത്. മറ്റത് നിരൂപകനാവും. അപ്പോൾ അത് പോകുന്നുണ്ടോ തകരാറുണ്ടോ ശ്രദ്ധിക്കൽ മാത്രമാവും. മറ്റേ നമ്മളെ സംബന്ധിച്ച് അത് പ്രശ്നമല്ല. അങ്ങനെ അതൊരു മഹാഭാഗ്യമാണ്. പിന്നെ ഈ പറഞ്ഞ എൻ്റെ ഭാഷയിലെ അധികായന്മാരായിട്ടുള്ള അവരൊക്കെ ആയിട്ട് പലരും, ഇപ്പോൾ നമ്പീശനാശാൻ മുതൽ അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു 4 പദം പഠിപ്പിക്കാമെന്ന്. അതൊന്നും അതിൽ തരായില്ല, പകരം ഭാര്യയെ പഠിപ്പിച്ചു എന്ന് മാത്രമേ. അതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ടുണ്ട്. പിന്നെ ഒരു എംബ്രാതിരിയായിട്ട് എതിരായിട്ട് എംബ്രാതിരി ഇവിടെ വന്നാൽ താമസിക്കൽ ഇവിടെ തന്നെ പതിവുള്ളൂ. അവസാനം മദ്രാസ് പോകുന്ന അന്നും കൂടി ഞാൻ പോയി കണ്ടതാണ്, ട്രാൻസ്പ്ലാന്റിന് പോകുമ്പോഴേ. പക്ഷെ പിന്നെ അത് ശരിയായില്ല. അപ്പം അതൊക്കെ ഒരു നിമിത്തമെന്നോ. അതെ, അല്ല ഈ കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചെയ്ത ഒരു ഡോക്ടർ വേറെ ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും അത് ഒരു പ്രധാന ഘടകം ഈ സ്ഥാപനത്തിൽ വന്നു എന്നുള്ളതും കൂടിയാണ്. അത് വേറൊരാളെ എടുത്ത് പറയാനില്ല. അതൊരു വലിയ കാര്യം. ഇപ്പോൾ വേറെ ഒരിക്കലാണ് ഇപ്പോൾ സർക്കാർ സർവീസിലായിരുന്നു വെച്ചാൽ അതൊന്നും പറ്റില്ല. ഈ കോട്ടക്കലായതുകൊണ്ട് മാത്രം. അതിന് കാരണം ഞാൻ പറഞ്ഞില്ലേ, 2 പ്രാവശ്യം സർവീസ് ഗവൺമെൻറ് സർവീസ് കിട്ടിയിട്ട് വെച്ചിട്ട് ഇവിടെ തന്നെ തുടർന്ന ആളാണ്. അന്നത്തെ അവിടുത്തെ വീണ്ടും അപ്പോയിൻമെൻറ്റ് PSC ലിസ്റ്റിൽ വന്നിട്ട് മഞ്ചേരിക്കാണ് എനിക്ക് പോസ്റ്റിംഗ് വന്നത്. അപ്പോൾ ഞാൻ അന്ന് മാനേജിംഗ് ട്രസ്റ്റിയോട് പോയി പറഞ്ഞു, ഇങ്ങനെയാണ്, എന്താ വേണ്ടത്. പെൻഷൻ കിട്ടലും മറ്റേ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. കോട്ടയത്ത് കുറച്ച് നാളുണ്ടായിരുന്നു പറഞ്ഞില്ലേ? കോഴ്സ് കഴിഞ്ഞ് 8 മാസം. അതായത് BBS കഴിഞ്ഞ് കുറച്ച് കാലം. അത് എനിക്കന്ന് മറ്റേ അതാ പറഞ്ഞത്, അത് വിട്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അന്ന് മെഡിക്കൽ കോളേജ് ആയിട്ടില്ല. മെഡിക്കൽ കോളേജ് തന്നെയാണ്, മെഡിക്കൽ കോളേജിലാണ്. മറ്റേ മെഡിക്കൽ കോളേജ് അന്ന് ഇപ്പോഴത്തെ ആ സ്ഥലത്ത് കോളേജ് മാത്രമേ ഉള്ളൂ, ആസ്പത്രി ഉണ്ടായിരുന്നു. ആർപ്പൂക്കര ആസ്പത്രി അന്ന് ജില്ലാ ആസ്പത്രിയിലായിരുന്നു. മെഡിക്കൽ. അതെ, അപ്പോൾ എനിക്ക് ഈ മെഡിക്കൽ കോളേജിന് സ്ഥലം എടുക്കുന്ന കാര്യം തൊട്ട് നമുക്കൊരു, പക്ഷേ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊക്കെ ആർപ്പൂക്കരയിൽ തന്നെയായിരുന്നു. പക്ഷേ മറ്റത് ജോലി ഇവിടെ ഇരുന്നു എന്ന് മാത്രം. അങ്ങനെയുള്ള ഒരു ഇതുണ്ടായിട്ടുണ്ട്. അതിൽ ആ ഹൈവേ റോഡ് തന്നെ താമസിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ദിവസേന ഞങ്ങൾ കൂടെ ഒരാളുള്ള ആൾക്ക് വലിയ ഭക്തിയൊക്കെയാണ്. ഞങ്ങൾ പല പ്രാവശ്യം മറ്റേ അവിടെ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നിമിത്തമേ പറയാനുള്ളൂ, അല്ലാതെ നമുക്കൊന്നും പറയാനില്ല. അല്ല, ഏതായാലും ഈ പറഞ്ഞ പോലെ കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന, എനിക്ക് അങ്ങനെ അറിയുന്നതിൽ സന്തോഷം. എനിക്ക് എന്തെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ എങ്ങനെയാണ് കാണുന്നത് ഇന്നും ഇപ്പോഴും. അതാ പറഞ്ഞ പഞ്ചവാദ്യ അച്യുതമാരായ നാരായണൻ നായർ മുതൽ. അല്ലെങ്കിൽ തന്നെ ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാലേ, ഈ പെൻഷൻ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് പ്രായം കഴിഞ്ഞിട്ട് ഏതാണ്ട് എൻ്റെ എനിക്ക് തോന്നുന്നു 10-20 കൊല്ലം അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ടും കോട്ടയ്ക്കൽ തന്നെ ഈ ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ് ചെയ്യാനുള്ള, അല്ല അത് ഇവിടുത്തെ മറ്റേ ഭരണ
നടത്തുന്നവർക്ക് അത് തൃപ്തിയായി എന്നുള്ളതുകൊണ്ടല്ലേ അവരുടെ തൃപ്തിയും അതുപോലെ തന്നെ ഈ അവിടെ എനിക്ക് പറയാനുള്ളത് ഈ കലാകാരന്മാർക്ക് വേണ്ടിയിട്ടും അല്ല കലയ്ക്ക് വേണ്ടിയിട്ടും ഇത്രയും വളരെയധികം ചെയ്ത ഒരാൾ വേറെ വലിയ അങ്ങനെ നിങ്ങൾ തന്നെ അത് പറയുന്നതിൽ എനിക്ക് വളരെയധികം തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. അല്ല ഞാനിവിടെ വരാൻ തന്നെ 2012 ആദ്യം വരുന്നത്. വന്നേ ആ കൊല്ലം തൊട്ട് തൃക്കാമ്പുറം ആ കൊല്ലാണ് നിർത്തുന്നത്. അപ്പോൾ ആ കൊല്ലം തൊട്ട് ഞാനിവിടെ വരും, ഡോക്ടറുമായിട്ട് കാണും. അല്ല ഈ ഇവിടെ വന്നിട്ടുള്ള കലാകാരന്മാരെ മാത്രമല്ല എല്ലാവരായിട്ട് എനിക്ക് വളരെ തൃക്കാമ്പുരം ഒന്നും ഇപ്പോൾ ആ നിലയ്ക്ക് ഇവിടെ വന്നിട്ടില്ല, അന്നത്തെ വന്നിട്ടില്ല. ഇവിടെ ഒരു അന്നമനട പ്രഡോമിനൻസ് ഗ്രൂപ്പ് കുടുംബം അന്നമനട പോയപ്പോൾ എല്ലാവർക്കായി അത് മാത്രം. അപ്പോൾ വീണ്ടും അന്നമനടയിലേക്ക് ഏതാണ്ട് എത്തിയമിട്ടുണ്ട് കുറച്ചൊക്കെ എന്ന് മാത്രമേ. അദ്ദേഹത്തിന് ചെമ്പയുടെ കച്ചേരിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ചെമ്പയുടെ ആകുമ്പോൾ എന്താ വെച്ചാൽ വളരെ പോപ്പുലറാണ് ആൾക്കാർ. അപ്പോൾ ഇവിടെ ആൾക്കാർക്ക് ഇവിടെ കച്ചേരിയൊക്കെ ശരിയാവുമോ എന്നൊരു തോന്നലില്ലായിരുന്നു. അതൊന്നും ആദ്യമായിട്ട് അങ്ങനെയാണ്. പിന്നെ അങ്ങനെ നമുക്ക് മറ്റേ മദിരാശി പോയിട്ട് ഡിസംബറിൽ ഒരാഴ്ച ഞാൻ അവിടെ പോയി താമസിക്കാറുണ്ടായിരുന്നു. വുഡ്ലൻഡ് ഹോട്ടൽസിൽ താമസിച്ചിട്ട് ഏതാണ്ട് ഒരു രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ കച്ചേരി കേൾക്കുക മാത്രമായിട്ട്. പ്രധാനമായിട്ടും മ്യൂസിക് അക്കാഡമിയിലായിരുന്നു, അല്ലെങ്കിൽ മൈലാപ്പൂർ ഫൈൻ ആർട്സ് സൊസൈറ്റി, നാരദ ഗാനസഭ ഒക്കെ ഉണ്ട്. അത് രണ്ടും തന്നെ അടുത്തടുത്തുള്ളത്. ഈ വുഡ്ലൻഡ്സിലാണ് താമസിക്കുക. അങ്ങനെ കേട്ടിട്ട് ഉള്ള ഒരു അത്രയാണ്. ഞാനൊരു ആധികാരികത എന്ന കാര്യത്തിലില്ല. അത് കാരണം പലരായിട്ടും വ്യക്തിബന്ധം പുലർത്താനും സാധിച്ചു. നല്ല പ്രധാനമായിട്ട് മറ്റേ ചെമ്പൈ കഴിഞ്ഞ ശേഷം ചെമ്മൻകുടി ശ്രീനിവാസയ്യരെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി മറ്റേ ഭക്ഷണം കഴിക്കൽ വരെ കേട്ടില്ല. അദ്ദേഹത്തിന് അത്രയും വലിയ സ്നേഹമായിരുന്നു. വലിയ അല്ല മദ്രാസിൽ മദ്രാസിലായിരുന്നു. നമ്പർ 1 ലോയിഡ്സ് ലൈൻ. എനിക്ക് ആ അഡ്രസ്സ് വരെ ഓർമ്മയുണ്ടപ്പോഴും. അവിടെ പോയിട്ട് ഇപ്പോൾ ഞങ്ങൾ മദ്രാസ് പോകുമ്പോൾ അദ്ദേഹത്തിനെ മറ്റേ വീട്ടിൽ പോയിട്ട് എല്ലാ പ്രാവശ്യവും കാണുമായിരുന്നു. അതേപോലെ തന്നെ സന്താനം, അങ്ങനെ ഉണ്ട് മറ്റേ മഹാരാജപുരം സന്താനം, അങ്ങനെയുള്ള എല്ലാവരായിട്ടും ഇപ്പോൾ പിന്നീട് വന്ന TV ശങ്കരനാരായണനും പറ്റിയിട്ട് വലിയ അടുപ്പായിരുന്നു. എനിക്ക് ഒരു ഇതുള്ള വെച്ചാൽ മധുരമണിയേരെ കണ്ടില്ല, കാരണം അദ്ദേഹം അന്നൊക്കെ ഇല്ലാതായി. ഞാനിവിടെ ഉത്സവത്തിൻ്റെ ഇതൊക്കെ ആയ കാലത്ത് എനിക്ക് വലിയ ചെമ്പയുടെ കച്ചേരി ഒരു പ്രാവശ്യം നേരിട്ട് കേൾക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. TN കൃഷ്ണനും നേരിട്ട് ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവരാനുള്ള ഭാഗ്യം ഡോക്ടർക്ക് ഉണ്ടായുള്ളൂ. അതേപോലെ തന്നെ ഈ ഇതൊക്കെ പറഞ്ഞാലും ഓരോരുത്തർക്കും ഓരോ ഇതൊക്കെ ഉണ്ടല്ലോ. ഞാനൊരു ചെമ്മൻകുടി ബാണി ആരാധകനാണ്. അപ്പോൾ അവരുടെ എല്ലാവരും സമയമായിട്ട് അദ്ദേഹത്തും ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട് പലപ്പോഴും. മദിരാശി പോയി ഞാൻ പറഞ്ഞില്ലേ നമ്പർ 1 ലോഡ്ജ് ലൈൻ അവിടെ പോയി ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും പ്രാവശ്യം അന്നൊക്കെ വയ്യാതായി പോയാൽ പോലും ഞാൻ പോയി അദ്ദേഹത്തിൻ്റെ മറ്റേ എന്താ പറയുക അനുഗ്രഹം വാങ്ങിയിട്ട് പാടാനല്ല കേൾക്കാനെങ്കിലും അതുപോലെ അങ്ങനെയൊക്കെ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ഇവിടെ വന്നുകൊണ്ട് സകല കലകളുമായിട്ട് ഇപ്പോൾ നല്ല ബന്ധമായി അല്ലേ? ഇപ്പോൾ കച്ചേരിയായി, കഥകളിയായി, പഞ്ചവാദ്യമായി, മേളായി. ദേശം വ്യക്തിപരമായിട്ട് കുറച്ച് വേണ്ടി എനിക്ക് ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ട ഒരാളും എന്നെ എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നെടുമുടി വേണുമായിരുന്നു. നെടുമുടി വേണു. മുപ്പരിക്ക് ഈ കലകളിലും ഇതൊക്കെ വലിയ താല്പര്യം. സിനിമ എന്നുള്ളതിൽ കവിഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു വലിയ കൂട്ടുകാരാണ്. നല്ല രസികനായിട്ട് നന്നായി സംഭാഷണം, പിന്നെ ഇതിലൊക്കെ നല്ല എല്ലാവരും ബഹുമുഖ പ്രതിഭയായിരുന്നു. അതെ അതെ. പക്ഷെ പിന്നെ ഇവിടെ വന്ന് ഇവിടെ താമസിച്ചിട്ടൊക്കെ ഉണ്ട്. ഇവിടെ പരിപാടിക്ക് ഞാൻ വിളിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഓരോ പരിപാടിക്ക് അങ്ങനെയുള്ള പല ചന്ദ്രശേഖരനെ ആദരിക്കുന്നൊരു ചടങ്ങുണ്ട് ഷഷ്ടിപൂർത്തി. അന്ന് ഒരു പ്രധാന താരം അപ്പോൾ അന്ന് നെടുമുടി വന്നിരുന്നല്ലോ വൈകുന്നേരത്തെ മീറ്റിങ്ങിന്. അങ്ങനെ ഉള്ള ഇതുണ്ട്. അദ്ദേഹമായിട്ട് വ്യക്തിപരമായിട്ട് എനിക്ക് നല്ല അടുപ്പായിരുന്നു. അല്ല അത് ഒരു ജന്മനാ ഒരു കലാകാരനാണ്. അതെ അതെ, അതാണ് അതിൽ. അത് മാത്രമല്ല വേഷം പഠിച്ചിട്ടുണ്ട്. അല്ല ഒരു ബഹുമുഖ പഠിച്ചു, മൃദംഗമുണ്ട്, തബലയുണ്ട്, എല്ലാം നന്നായി വായിക്കുമായിരുന്നു. അതൊരു ഓരോരുത്തരുടെ അദ്ദേഹം ശരിക്കും ഒരു പ്രതിഭയായിരുന്നു. ഏതായാലും ഡോക്ടർ ദീർഘായുസ്സായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇനിയും എന്താ ഞങ്ങളെ പോലെയുള്ള കലാകാരന്മാരെ രക്ഷപ്പെടുത്താനുള്ള ഒരു മനോഭാവം ആ മനോഭാവത്തിന് ഒരു കാലത്തും മാറ്റം വരില്ല. അല്ല, അതിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. പിന്നെ മറ്റത് കാലത്തിനനുസരിച്ച് രൂപങ്ങൾക്കൊക്കെ മാറ്റം കുറേശ്ശൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ മറ്റേ ഇതിൽ ഇപ്പോൾ മേള എന്ന് പറഞ്ഞാൽ എപ്പോഴും കുട്ടന്മാരാർ ബാണിയാണെന്നൊക്കെ പറഞ്ഞാൽ അതൊരു
ഇയാൾ പഴഞ്ചൻ എന്ന് പറയുമായിരിക്കും, എനിക്കറിയില്ല, അതിന് എനിക്ക് വിരോധമൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു ഇത് അങ്ങനെയൊക്കെ ഒരു ഭാഗ്യമുണ്ടായി. ഇപ്പോൾ കഥകളി സംഗീതം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നമ്പീശനാശാനാണ് അവസാനമാക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ പൊരുകിയപ്പോൾ അത്രയേ ഉള്ളൂ. അല്ല, അതിനെ കുറച്ചൊക്കെ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ എന്നാലും അടിസ്ഥാനം ഇപ്പോഴും എന്നെ സംബന്ധിച്ചുള്ള ആശാൻ എന്ന് പറഞ്ഞാൽ നമ്പീശനാശാനാണ്. അത്രയേ ഉള്ളൂ. ഒക്കെ ഇവരൊക്കെ മധ്യ ചപ്പളശ്ശേരി താമസിച്ചിരുന്നു നമ്പീശനാശാനെ കുറച്ച് കാലം. അപ്പോൾ അന്ന് മറ്റേ വാര്യത്തൊക്കെ വന്നിട്ടുള്ളപ്പോൾ മൂന്നോ മാസം കൂടുമ്പോൾ പാടും. അപ്പോൾ കൂടെ വരുമ്പോൾ നമ്മുടെ ആലി കൃഷ്ണനും ശിവൻ്റെ അമ്മാവനായിട്ടൊരാളുണ്ടായിരുന്നു. മൂപ്പർ ചായപ്പീടിയേറ്റാണ്, പക്ഷെ എന്നാലും കൊട്ടും ചെയ്തിരുന്നു. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ വീട്ടിൽ വന്നിട്ട് ഈ പഴയ ഗൃഹസദസ്സ് എന്ന് പറഞ്ഞാൽ ഗൃഹവേദിന്നോ അങ്ങനെയൊക്കെ നടന്നിരുന്നു. തെക്കനിത്തറമ്പിൽ അല്ല, അതൊരു വലിയ ഫോർമൽ ഇതാവില്ല, പക്ഷെ എങ്കിലും നല്ല അങ്ങനെയൊക്കെ പഴയ വെടിവട്ടം നിന്നാണ് പലതും ഉത്ഭവിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല അതിൻ്റെ ഒരു മറ്റേ നമ്മളിപ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഫോർമലാണല്ലോ, ഒരു രൂപം ഫോർമാറ്റ് ഉണ്ടോ. അന്നത് ആവശ്യമില്ല, ഇല്ല, സ്വതന്ത്രമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണ് അന്നൊക്കെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത വേറെ ഉണ്ട്, ഒരുവിധ നിയന്ത്രണങ്ങളില്ല. ഈഗോ ഉള്ളൊരു കുറവായിരുന്നു. അല്ല, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ നമ്മൾ ഇതിൻ്റെ അഭിമാനം എന്ന് വെച്ചാൽ അത് പറയാനില്ല. നമ്പീശനാശൻ അവിടെ ഉണ്ടായിരുന്ന കാലത്ത് ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്നു ഈ പറഞ്ഞ ഗൃഹവേദി എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നമ്മളൊന്നും അറിയണ്ട, രാമുവിനെ കൊണ്ടുവരും കൂടെ പാടാനേ. മറ്റേ ആലിപ്പറമ്പ് അവിടെ തന്നെയാണ് കൃഷ്ണപുതുകളും ശിവൻ്റെ അവിടെ ആരെങ്കിലും ഒരാൾ ബന്ധക്കാരാരെങ്കിലും ഉള്ളു. ഇടയ്ക്ക് വന്നിരുന്നു, കൊല്ലത്തിലൊരു 3-4 പ്രാവശ്യമെങ്കിലും വീട്ടിൽ വന്നിട്ട്. അപ്പോൾ എന്നാൽ രാവിലെ ഒരു 10 മണി മുതൽ കഴിഞ്ഞാൽ വൈകുന്നേരം വരെ തന്നെ പരിപാടി. അങ്ങനെയൊക്കെയുള്ള ഒരു അതൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം. അത് മാത്രമല്ല, അതിനൊരു മറ്റേ പ്രത്യേകത എന്താ വെച്ചാൽ അതിനൊരു ചട്ടക്കൂട് ആവശ്യമില്ല. അല്ല, ഇതൊക്കെ ഇങ്ങനെയുള്ള ഇതൊക്കെ ഡോക്ടറുടെ നിന്ന് കേൾക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു എന്താ പറയണ്ടേ, നമ്മൾ വേറൊരു ലോകത്തിലേക്ക് എത്തുന്ന മാതിരി. കാരണം ഒരു ഡോക്ടറുടെ ജോലി കലാസ്വാദനം, കാരണം ഈ ഡോക്ടറുടെ ജോലി എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ജോലി എന്നാണ് പറയപ്പെടുന്നത്. ആയിരുന്നേനും അതെ, ഇപ്പം അടുത്ത കാലത്ത് അപ്പം അങ്ങനെ ഒരാളുടെ ഇത്രയധികം അതെ, അതൊരു പിന്നെ മാത്രമല്ല ഇവരൊക്കെ കാണാനും പരിചയപ്പെടാനും അവരൊരു വളരെ നല്ല സൗഹൃദം, നല്ല ബന്ധവും പുലർത്താനും സാധിച്ചിട്ടുള്ള തീർച്ചയായിട്ടും എനിക്കൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇനിയും ഞങ്ങളെ പോലുള്ളവരൊക്കെ